പോസ്റ്റ് ചെയ്യില്ല ഗൈസ്. എനിക്ക് സന്തോഷമുള്ള ദിവസമാണ് ഗൈസ്. ഇന്ന് രാവിലെയാണ് ഗൈസ് ആ പോസ്റ്റ് ചെയ്യാൻ പറ്റുക, ആ വീഡിയോ ഇടാൻ പറ്റുക. ആ വീഡിയോ കണ്ടുള്ളവർക്ക് മനസ്സിലാവും. ഇന്നലെ നമുക്ക് ലോട്ടറി എടുത്തായിരുന്നു, മറ്റേ PP രമേശിൻ്റെ ഇടയിൽ. അപ്പം നമ്മളെ വണ്ടിയൊന്നും ഇടിച്ച് നമ്മളെ ബോധം പോയില്ലേ. അപ്പം നേരെ രാഹുൽ ആ വഴി പോയപ്പോൾ അവൻ എന്നെ കണ്ടെടുത്ത് ഹോസ്പിറ്റലിലിട്ട്. അപ്പം ഞാൻ വീട്ടിൽ കിടന്നുകൊണ്ട് മൊബൈൽ നോക്കിയപ്പോൾ എൻ്റെ ലോട്ടറി അടിച്ച് 1 ട്രില്യനാണ് ഗൈസ് അടിച്ചത്. അപ്പം ഞാൻ ഇച്ചിരി ഈ വീടോടെയും മറ്റേ ഡിഫൻഡർ അറിഞ്ഞൂടെ ഗൈസ്, ഇതൊക്കെ അങ്ങ് വാങ്ങിച്ചു ഗൈസ്. എൻ്റെ ഒരു റോൾസ് റോയ്സ്, ഒരു ഫോർച്യൂണർ, ആ ഡിഫൻഡർ അങ്ങ് വാങ്ങിച്ചു ഗൈസ്. പിന്നെ ഒരു കാവാസാക്കി നിഞ്ച, പിന്നെ ആ മറ്റേതിൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഒരു പൾസർ, ഹയബൂസ, മറ്റേ 2 സ്പ്ലെൻഡർ വാങ്ങിച്ച് ഗൈസ്. ഒന്ന് നമ്മളെ രാഹുലിന് കൊടുക്കാനാണ്. അവൻ പറഞ്ഞ കടയിൽ നിന്നാണ് നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചത്, അല്ല ഈ ലോട്ടറി വാങ്ങിച്ചത്. ഇത് തന്നെ അറിയാലോ, എൻ്റെ പഴയ ബൈക്ക്. പിന്നെ ഇതിനെ ട്രക്കിങ്ങിന് പോകാൻ എടുത്തതാണ്. എന്തോ ഒരു നിലവിളി കേട്ടല്ലോ, എൻ്റെ കാവാസാക്കി നിഞ്ചയിൽ പോകാൻ കഴിയുന്നത്. നമുക്ക് നമ്മളെ സോഹിത്തോടെ കാണാൻ വഴി കാണുന്നില്ല. രാഹുലിൻ്റെ സോഹിത്തിൻ്റെ റിയാക്ഷൻ പറയാൻ ആരെ ഇവിടെ ചത്തും തോന്നുന്നു. ഇപ്പോൾ വീഡിയോ വെക്കുന്നു. ആദ്യം ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ ഇതുവരെ വണ്ടി എടുത്തിട്ടൊന്നും ഓട്ടിച്ചില്ല. കാര്യം സെറ്റ് ഗൈസ്. ഇന്നലെ അടിച്ച പകാനിലല്ലോ നമ്മളടിച്ച മറ്റേ ഇതിൽ ഫെൻസിലടിച്ച അവിടെ എൻ്റെ ഡിഫൻഡർ അല്ലായിരുന്നു. ആ ഡിഫൻഡർ മൊത്തത്തിൽ ഞാൻ ശരിയാക്കി. പക്ഷേ നല്ല ചിലവായി കേസ്. മൊത്തത്തിൽ ഡോറെല്ലാം ഇളകി. എനിക്കൊരു 10 ലാക്ക് അടുപ്പിച്ചായി കേസ്. ഞാൻ ലോട്ടറി അടിച്ചുകൊണ്ട് ശരിയാക്കാൻ പറ്റി. പോയില്ല, വണ്ടി ഇടിക്കരുത്. ഈ MVD അടിക്കുമോ എന്ന് പറഞ്ഞത് വണ്ടിയൊന്നും കയറ്റി ഓഫീസിൽ പോകുന്നു. സോഹിത്തില്ല ഗ്യാസ് രാവിലെ. രാഹുൽ എന്നെ നോക്കി തിരിഞ്ഞിരിക്കുകയാണ്. രാഹുലേ, ആറാ നീ? രാഹുൽ എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാനായിരുന്നു. SI സാറേ, നിങ്ങളാ സാറേ? ഓടാ എടാ, നീ ഇന്നലെ പറഞ്ഞ ലോട്ടറി കടയിൽ നമ്മൾ ലോട്ടറി എടുത്തപ്പോൾ എനിക്ക് അടിച്ചടാ. അങ്ങനെ അടിക്കാൻ വഴിയില്ലല്ലേ? എത്ര അടിച്ച സാറിന്? 1 ട്രില്യൺ. സാറേ, ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സാർ എനിക്കൊന്നും വാങ്ങിച്ചൊന്നുമില്ലല്ലോ. നീ അടങ്ങട, നിനക്കുള്ള സാധനം തരാം. ഞാൻ പോയിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ കാര്യം നമുക്ക് രാഹുലിനുള്ള സാധനം എടുത്തിട്ട് വരാം. നമുക്ക് മറ്റേ കറുത്ത സ്പ്ലെൻഡറും കൊടുത്താലേ അത് കൊടുക്കാം. കാരണം ഈ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് പറഞ്ഞാൽ കിടക്കാനില്ല. പാവപ്പെട്ടാനൊന്നും അല്ലേ, പക്ഷെ അവൻ്റെ കയ്യിൽ ബൈക്കില്ല. അവൻ്റെ അച്ഛൻ വാങ്ങിച്ചൊരു കാറ് മാത്രമേ അവൻ്റെ കയ്യിലുള്ളൂ. പൾസർ കൊടുക്കണോ? വേണ്ട, സ്പ്ലെൻഡർ ഒന്നും എടുത്തില്ല. ആക്സിഡൻറ്റ് കാരണം മനുഷ്യന് നേരാച്ചു നിൽക്കാൻ പറ്റും. പിന്നെ എൻ്റെ തല ഇന്നലെ പൊട്ടിയില്ലേ, അത് ഡോക്ടറെ കൊണ്ട് പൊട്ടലൊന്നുമില്ലായിരുന്നു. തലേൻ്റെ വെളിഭാഗം നല്ല പൊക്കത്തിലാണോന്ന് ഇടിച്ചെങ്കിൽ, എന്നിട്ട് തലയിൽ ചെറിയൊരു മുറിവത്രേ ഉള്ളായിരുന്നു. എന്ത് പറ്റില്ല, എയർ ബാഗിൻ്റെ ഗുണമൊന്നും ഉണ്ടായിരുന്നു. അതാണ്ട് ആക്സിഡൻറ്റ്. ആരുടെ വണ്ടി ഓട്ടിക്കണേ ഇവിടെ? നാളെ അങ്ങോട്ട് കൊണ്ട് പോടോ. അത് ചത്തൊന്നുമില്ല, തിരിഞ്ഞെടുത്ത് കുറച്ച് നേരത്തെ എന്നിട്ടോ.
വണ്ടി ഓഫീസിൽ കിടക്കട്ടെ ഗൈസ്. ഇത് അവൻ വന്ന് ടാക്സ് അടച്ചിട്ട് എടുത്തോണ്ട് പോയത്. ഓഹോ, രാഹുലേ, എന്തോ സാറേ ഇത് എനിക്കുള്ളതാണോ? പോളാറങ്ങി. ഇത് പിന്നെന്തിനു സാറേ ഇവിടെ കൊണ്ട് ഇട്ടേക്കണ? എടാ, ഞാൻ നേരത്തെ ഈ നിനക്കുള്ള സാധനം കൊണ്ട് വന്നപ്പോൾ ഇല്ലേ ഒരു ആക്സിഡൻറ്റ് പറ്റിയടാ. അവൻ ചുമ്മാ അടിച്ച് മറ്റൊരു ഫോർത്ത് ഡിഫൻഡറിൽ കയറ്റി കൊടുത്തു. ആണോ സാറേ? ഓടാ, നിനക്കുള്ള സാധനം ഞാൻ താണ്ടുമായിരുന്നു. ഓക്കെ സാറേ. ഇവിടെ നിന്ന് എടുത്ത് ചാടാനുള്ള വഴിയുണ്ടാകും. ആ, ചാടി ചാടി സോയിങ് സൈക്ക് ഗൈസ്. നെഞ്ചിടിച്ചാണ് വീണത്. ഓ, ആഴപ്പല്ല, നമ്മളെ രാഹുലിന് വേണ്ടിയല്ലേ. അവൻ്റെ വരച്ച് ചെറിയ പണ്ടികളുണ്ടല്ലോ. വണ്ടി എടുത്ത് അതികളെ ഭയങ്കര പാടിച്ചു. സോറിടാ സോറിടാ. രാഹുലേ, എന്തോ സാറേ ഇതാണ് എനിക്കുള്ള സാധനം. ഓടാ സാറേ, എനിക്ക് സന്തോഷമായി സാറേ. ആ, ഞാൻ പോട്ടേടാ. ഓ സാറേ, സാറെങ്ങനെ പോവും? ഞാൻ ഇവിടുന്ന് ചാടി എൻ്റെ അപ്പുറത്തല്ലടാ വീട്. ഓ സാറേ, എന്നാൽ സാറ് പൊക്കോ. ഓടാ. ഇന്ന് രാഹുലിന് അവൻ്റെ സാധനം കൊടുത്തിട്ടുണ്ട്. സോഹിത്തിനൊന്നും വിളിച്ചിട്ട് ഓ പിന്നെയും അടിച്ച് നെഞ്ചിടിച്ച് പൊട്ടി. നമുക്ക് സോഹിത്തിനെ വിളിച്ചോട്ട് പോകാം ഗൈസ്. സോഹിത്തേ, എന്ത് സാറേ? നീ എവിടെ പോടാ? ഞാനാ സാറേ എന്ന് പറഞ്ഞാൽ സാർ, എനിക്ക് മറ്റേ ട്രാൻസ്ഫറായ കാര്യം രാഹുൽ പറഞ്ഞില്ലേ? ഇല്ലടാ. ആ സാറേ, എൻ്റെ ട്രാൻസ്ഫറായി സാറേ. അപ്പം നീ എവിടെ? ചിറയങ്കിൽ ഇപ്പം നീ എവിടെ പോയി? ഞാൻ ആറ്റിങ്ങേ പോയി. ശരി, എനിക്ക് പിന്നല്ലേ നിനക്ക് വല്ലതും പൈസേൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓ സാറേ, എന്ത് സാറേ, സാറ് പാവപ്പെട്ടവന്ന് അത്രയ്ക്ക് പൈസക്കാരനായോ? ഓടാ, ഞാൻ നല്ല രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ മറ്റേ ലോട്ടറി കാര്യം? ഓ സാറേ, അതടിച്ചാ? ഓടാ, 1 ട്രില്യൺ രൂപ അടിച്ചടാ. ഷേ സാറേ, ഞാൻ ഈ ഇടയ്ക്ക് മറ്റേ ഒരു കേസല്ലല്ലോ, മറ്റേ ഒരു പകാനി അടിച്ച കാര്യം സാർ അറിഞ്ഞ? മറ്റേ ഒരു ഡിഫൻഡർ. അതിപ്പം അത് ഞാനാണ് ഇപ്പോൾ എടുത്ത് അങ്ങോട്ട് ഓഫീസിൽ കൊണ്ടിട്ട. അവൻ്റെ വീട് ഇവിടെയായിരുന്നു, ആറ്റിങ്ങനാണ്. അവൻ വന്ന് പരാതി എഴുതി. അത് അപ്പം സാറിന് തിരക്കിയ ആൾക്കാരുണ്ട്. അപ്പം ആണോടാ? ഓ സാറേ, അപ്പം നീ മറ്റേ തിരക്ക് വരണടുത്ത് പറഞ്ഞു ചിറയെങ്കിൽ SI ആണ് എടുത്ത് വണ്ടി ഓഫീസിൽ ഇട്ടിട്ടെന്ന് പറയണേ. ഓ സാറേ, ഞാൻ നോക്കിയപ്പോൾ 2 വണ്ടി ഇടിച്ച് കളി. അങ്ങനെ ഞാൻ മറ്റേ 11 പിടിച്ച് വെളിയിറക്കി പകാനി എടുത്ത് ഓഫീസിൽ കൊണ്ടിട്ടായിരുന്നു. അത് രാഹുൽ മറ്റേ അവൻ വന്ന് ടാക്സ് അടച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോട്ട്. ഓ സാറേ, ഞാൻ അപ്പം വിളിച്ച് പറയാട്ടാ. ഓ, അവൻ്റെ പേരെന്തരായിരുന്നു ചെറുക്കൻ്റെ? അവൻ്റെ പേര് എന്തൊരു വിരാട്ട്. ശരി. മറ്റേ ഇങ്ങനെ പ്രദീപ് സാറിൻ്റെ മോൻ വിരാട്ടാ? ഓ സാറേ, അവനെ. അപ്പം ഞാൻ പ്രദീപ് സാറിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞോളാം കേട്ടാ. ഓ സാറേ, അപ്പോൾ പ്രദീപ് സാറിന് അവൻ സോയിത്ത് വെച്ചിട്ടുണ്ട്. പ്രദീപ് സാറിന് വിളിക്കാം. ട്രിങ് 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 ട്രിങ്. പ്രദീപ് സാറ്, എന്താടാ? കേൾക്കാൻ വയ്യ. എന്താടാ? സാറിൻ്റെ മോൻ്റെ മറ്റേ പകാനി ഇടിച്ച് ഞാനാണ് സാറെ എടുത്ത് ഓഫീസിൽ കൊണ്ടിട്ട. അവൻ പറഞ്ഞ് ഒരു പകുതി നിൽക്കാറും ഒരു ഹുഡി വെച്ചൊരു കുരങ്ങനാണ് എടുത്ത് വണ്ടി ഓഫീസിൽ കൊണ്ടിട്ടത്. അത് ഞാൻ തന്നെ സാറേ. എനിക്ക് മറ്റേ ലോട്ടറി ഇടയ്ക്ക് എടുത്ത് 1 ട്രില്യൺ രൂപ അടിച്ചു. അപ്പോൾ ഇച്ചിരി ഫാൻസി ആവാമെന്ന് വിചാരിച്ച് ഞാൻ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി. ശരി, അവൻ വന്ന് ഫൈൻ അടച്ചോളും. വണ്ടി അവിടെ തന്നെ കിടക്കട്ടെ കേട്ടോ. ഓ സാറേ, രാഹുലിൻ്റെ കയ്യിൽ പോണ്ട്. ഓക്കെ സാർ. അപ്പോൾ ഗൈസ്, സാറ് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിനി എന്തിന് ചെയ്യാം ഗൈസ്?
നമുക്ക് എവിടെ പോവാം? ബീച്ച് വരെ ഒന്ന് പോയിട്ട് വന്നാലോ ഗൈസ്? കാരണം ഗൈസ് പോയിട്ട് വരാം ഗൈസ്. അറപ്പിക്കുന്നു ഗൈസ് ഞാൻ. ഓ ഗൈസ് ഇപ്പോൾ ഒരു ഓടിൻ്റെ പുറത്തിരിക്കുന്നതാണ്. നമുക്കൊന്ന് റോഡൊന്ന് മാനേജ് ചെയ്യാം. എവിടെയെങ്കിലും ആക്സിഡൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിപ്പോൾ പ്രതി സാറിനെ വിളിച്ച് ചോദിക്കണോ? ചോദിച്ചോളാം. ഓഫ് എവിടെ വീണാലും പണി തന്നെ ഗൈസ്. ഹലോ പ്രദീപ് സാർ. ഉണ്ടോടോ സാറേ, ഞാൻ റോഡ് പോയി നോക്കട്ടെ. അല്ലോ ഇതുണ്ടാവും ഓടാ. എടാ ഇപ്പം ഞാൻ ഒരുത്തൻ കാവസാക്കി നിൻ്റെ വെച്ചിട്ട് വേറെ പറന്നു പോണാണ്ട് സാറേ. അത് വേറെ ആരുമല്ല സാറേ, ഞാനാണ്. നീയാണോ? ഈ ഫൈനൊന്നും അടയ്ക്കല്ലേ സാർ? ഡേ ഞാൻ ഓവർ സ്പീഡിൽ പോയിരുന്നാ പോരെ സാറേ? ഓ പക്ഷേ ഇപ്പോൾ നീ 110 പോയാ. ആ സ്പീഡ് ലിമിറ്റ് ആകെ 40 നീ അപ്പം മറ്റേ രാഹുലിൻ്റെ അടുത്ത് ഫൈനൊക്കെ അടച്ചാൽ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഓ സാറേ എത്ര രൂപ അടയ്ക്കണം? ഒരു 500 അടച്ചോ. ശരി സാറേ. അപ്പം അതായത് നമുക്ക് പണിയിട്ടിരിക്കുകയാണ്. നമ്മൾ ഓവർ സ്പീഡിൽ നമുക്ക് ഫൈൻ എടുത്തിട്ടാണിങ്ങനെ. നേരെ കൊണ്ട് പറഞ്ഞുവിടാ വണ്ടി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പം ഓവർ സ്പീഡ് ചെയ്യാം ഗൈസ്. ഫൈൻ അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കില്ല, നമുക്ക് പൈസ ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് പോടാ പെട്ടെന്ന്. ഞാൻ അടുത്തും പറയാൻ നിൽക്കണ്ട, ഓട്. അവിടെ തന്നെ കിട്ടും. ചിലപ്പോൾ എനിക്ക് പണി കിട്ടും ഗൈസ്. അപ്പോൾ ഒന്നുകൂടെ ഓവർ സ്പീഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. കഴപ്പ് ഇതുവരെ മാറിയിട്ടില്ല ഗൈസ്. തള്ളി കൊടുത്താലാ ഗൈസ്. പൊട്ടാ ഓർഡറാ വണ്ടി. ചെറിയ സൗണ്ടൊക്കെ ശ്രദ്ധിക്കണ്ടേ. പോടാ ഓർഡറാ. ബുഗാട്ടി കൊണ്ടുവന്നാണ്. പിന്നെ റോൾസ് റോയ്സ് ഉണ്ടോ? മിണ്ടാറ അവിടെ. നമുക്ക് ഒന്നുകൂടെ ഓവർ സ്പീഡിങ് ഉണ്ട്. നടത്തിക്കളയാം.